വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ ബിജെപിയുമായി ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസും മുസ്ലിം ലീഗും സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചു എന്നും പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ ആരോപണം തള്ളി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. വിഷയം പഠിക്കാമെന്ന് മാത്രമാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞതെന്നും വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കം സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കിയെന്നും കേരളത്തിലും നടപ്പാക്കാൻ UDF സർക്കാർ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സംസ്ഥാന സർക്കാർ BJPയുമായി ഒത്തുകളിക്കുകയാണെന്നും ഇതിലൂടെ വഖഫ് ബോർഡിന്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടുത്താനാണ് നീക്കമെന്നും ആരോപണം. കോൺഗ്രസും മുസ്ലിം ലീഗും സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. വ്യത്യസ്ത മതവിഭാഗങ്ങള്, അവരുടെ വിശ്വാസങ്ങള്, അവയെല്ലാം സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ അതത് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പൊതുവെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികളാണ് ഇതേവരെ തുടർന്നു വരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കളവാണെന്നും വിശദമായി പരിശോധിക്കാമെന്ന് മാത്രമാണ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തതെന്നും ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ട് അമുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ജൂലൈ 20-ന് കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് വഖഫ് വിഷയത്തിൽ ഭരണ പ്രതിപക്ഷം തമ്മിൽ ആരോപണ പ്രത്യാരോപണം കടുപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.